എന്നെ കരുതാൻ കർത്തനുണ്ട്, ഞാനവങ്കൽ നോക്കിടും. എന്നെ ചേർപ്പാൻ യേശുവുണ്ട്, ഞാനവൻ്റെ മാർവിൽ ചാരും. ഞാനവനിൽ ചാരിടും, അവനെന്നെ നടത്തിടും. ഞാനവനിൽ ചാരിടും, അവനെന്നെ നടത്തിടും. അമ്പത് നോയമ്പിൻ്റെ 4-ാമത്തെ ആഴ്ചയിലെ ചിന്താവിഷയം ഒരു പുറജാതിക്കാരി സ്ത്രീയുടെ ഭൂതം ബാധിച്ച മകളെ യേശു സൗഖ്യമാക്കുന്നതാണ്. കനാന്യ സ്ത്രീ യേശുവിൻ്റെ പുറകെ വന്ന് നിലവിളിക്കാൻ തുടങ്ങി, ദാവീദ് പുത്രാ, എന്നോട് കരുണ ചെയ്യണമേ, എൻ്റെ മകളെ സൗഖ്യമാക്കണേ എന്ന്. കുറേ നേരം നിലവിളിച്ചുകൊണ്ട് പുറകെ വന്നപ്പോൾ ശിഷ്യന്മാർക്ക് അത് വളരെ അരോചകമായിട്ട് തോന്നിയിട്ട്, എന്നാൽ യേശു യാതൊന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ആരും നൽകാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അവിടെ മുട്ടുകുത്തി, യജമാനൻ്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുത് എന്ന് പറഞ്ഞ് ആ തൽസമയം അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. യേശു എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? യഥാർത്ഥത്തിൽ അവൾക്ക് മുട്ടുകുത്തി വിശ്വാസ പ്രഖ്യാപനം നടത്താനുള്ള അവസരമാണ് കർത്താവ് നൽകിയത്. അതുപോലെ നിൻ്റെ വിശ്വാസം വലുത് എന്ന് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്താനുള്ള അവസരവും കൂടിയാണ് ലഭിച്ചത്. ഇതുപോലെ നമ്മൾക്കും സാധിച്ചാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നടക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.